ഹലോ ഗായ്സ്, നമ്മുടെ ബൊഗൻവില്ലകളൊക്കെ എല്ലതും നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലതും ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു പരീക്ഷണം ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അതൊരു വല്ലാത്ത സങ്കടമുണ്ട്. നമ്മളൊരു 2 കളറാക്കി ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന്. ഇപ്പോൾ തരക്കേടില്ലാതെ അത് കഴിച്ച് നോക്കിയപ്പോൾ ഗ്രാഫ്റ്റിങ്ങൊക്കെ പിടിച്ച് നല്ല ചെറിയ 2 തളിർപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനത് നോക്കിയത്. അപ്പോൾ അതിലൊന്നും കാണാനില്ല. ചെറിയൊരു സങ്കടമുണ്ട് എങ്കിലും. പക്ഷെ അത് കവറൊക്കെ ഇട്ട് മൂടി വെച്ചേക്കണത് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, അത് മാത്രം കാണിക്കാൻ മറന്നു പോയതാണ്. കവർ ഊരിയൊക്കെ നല്ല ഡീറ്റെയിൽ ആയി കാണിച്ചു തരണമെന്ന് കരുതിയതായിരുന്നു. നമ്മളെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇപ്പോൾ ഇതിലാണ്. കാരണം ഇതൊരു ലോകമായി മാറിയിരിക്കുകയാണ് ബൊഗൻവില്ലേൻ്റെ. കാരണം ഓരോ ഫ്ലവറുകളും വിരിയുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കലാണ് മെയിൻ പരിപാടി. നമ്മളെ വൈറ്റ് ബൊഗൻവില്ലയിലെ കുറേ പൂക്കളൊക്കെ ഏകദേശമൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിലും തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇനിയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഇനി അടുത്ത ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ള പ്ലാനിലാണ്. എങ്കിലും ഭംഗിയില്ല ഓരോ ഫ്ലവറുകളും. ഇതൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറുകളായിട്ടാണ് ഇതൊക്കെ വരുന്നത്. നല്ല ഇതിനിടയ്ക്ക് വീഡിയോക്ക് എന്തോ ഒരു ചെറിയൊരു തകരാറ് വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയകളൊന്നുമില്ല. ഇതിൻ്റെ വേറൊരു കളർ നമ്മൾ നട്ട് വെച്ചിരുന്നു, അതും വിജയിച്ചിട്ടുണ്ട്. തിരക്കിടില്ല. ഇതിൻ്റെ ഒരു ഓറഞ്ച് പിങ്ക് കളറ് പെട്ട ഒരു കളറാണത്. എങ്കിലും തിരക്കിടില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെടി കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടില്ലേ, എന്നെ പല ആൾക്കാരും കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ, എനിക്ക് പ്രാന്താണ്, അങ്ങനെ ഓരോന്ന് കളിയാക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഫുൾ ടൈം എനിക്ക് കിട്ടിയ ടൈമിലൊക്കെ ഞാൻ ഇതിമ്മക്ക് പോയിട്ട് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കേൾക്കലുണ്ടാവും. ഞാൻ പിന്നെ അങ്ങനെ മെയിൻ ചെയ്യലൊന്നുമില്ല. പിന്നെ ഗ്രാഫ്റ്റിങ്ങൊക്കെ ഇങ്ങനെ ഓരോ പരീക്ഷണം ചെയ്തൊക്കെ ചിലത് വിജയിക്കും ചിലത് പോകും എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആൾക്കാർ കളിയാക്കിക്കൊണ്ടാണ്. എനിക്കൊന്നും വേറെ പണിയില്ലെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യലില്ല. കാരണം എന്താ വെച്ചാൽ കേട്ട് മടുത്തു. നിങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ടൊരു പരിപാടിക്ക് തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളിയാക്കലുണ്ടാ. പിന്നെ പലരും ബൊഗൻവില്ല തന്നെ ആയിട്ട് ബാക്കിയുള്ള ചെടികളുണ്ട്, പക്ഷേ ഇതിമ്മ മാത്രം തന്നെ ഇപ്പോൾ കുറേ ആയിട്ട്. കാരണം ഇപ്പം ഇതിൻ്റെ ടൈമാണ്. അപ്പോൾ ഇതിമ്മ തന്നെ ആക്കിയതാണ്. ഇതിന് എപ്പോഴും ടൈമില്ലല്ലോ. ഇതുണ്ടല്ലോ നമ്മളെ റൂബി റെഡാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടിയതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ അടർന്നാണ്. ഒരു കൊമ്പ് 2 കൊമ്പ് ഫുള്ള് ഇപ്പോൾ യെല്ലോ ആയിട്ടുണ്ട്. എന്നൊക്കെ നോർമലി എല്ലാം ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഫുള്ള് കൊയ്യൂട്ടാ. ഇല്ലെങ്കിൽ നമ്മൾ കമ്പ് കട്ട് ചെയ്തിടണം. എന്നാൽ തിരക്കടില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു ചെറിയ വേദന അത് കട്ട് ചെയ്തിടാനായിട്ടാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, അടർന്ന അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയതല്ലേ. ഇന്നത്തെങ്കിലും ശരിയാവോ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ അത് 2ാമത്തെ കട്ടിങ്സ് എല്ലാം ഫുള്ളാവണത് കേട്ടോ. ഇതൊക്കെ നോർമലി അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തിരുന്നാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റോഡിൻ്റെ സൈഡിൽ അതാണ് ഇത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. എങ്കിലും നമ്മുടെ ഓരോന്നിൻ്റെ ഫ്ലവറുകളൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. 2ാം ഘട്ടം ഇത് നമ്മളെ മഹാറാണിയാണ്. നമ്മൾ അടർണി മഹാറാണി ഒപ്പം വാങ്ങിയതായിരുന്നു. നമ്മളതിൻ്റെ ഒരു വീഡിയോ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇപ്പം നല്ല പൂക്കളായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ മറ്റു പൂക്കളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കണ്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിൽ കല്ലിട്ടിരിക്കുന്നത് വെറുതെ ഇട്ടതാട്ടോ. അങ്ങനെ എല്ലാം ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മുടെ ബൊഗൻവില്ലകളൊക്കെ. ഇത് നമ്മളെ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് 2ഉം ഒരേ മരിക്കുള്ളത്. ഒന്ന് സൂഫിയ ഇന്ത്യാനിയും ഒന്ന് ഏതാണെന്ന് പേര് ഇപ്പം മറന്നു പോയിട്ടാണ്. ഇനി ഓർമ്മ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. അങ്ങനെ അത് 2ഉം കൂടിയാണ്. നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളെടുത്തൊരു 10 പോരെ 12 പോരെ നമ്മളെടുത്ത് ഇങ്ങനെ ഹൈബ്രിഡ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ വാങ്ങിയിൽ ചില്ലി ഓറഞ്ച് ഉണങ്ങി. പക്ഷെ അതിൻ്റെ ഒരു കട്ടിങ്സ് നമ്മൾ വന്നാൽ തന്നെ എടുത്തുകൊണ്ട് വെറുതെ ഒരു ഗ്രാഫ്റ്റിംഗ് പരിപാടി നടത്തിന്. പക്ഷെ അത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏതും നോക്കുമ്പോഴും നല്ല ഭംഗിയായിക്കാനും.
ഞാനൊക്കെ പോകുമ്പോൾ ഓരോ വീട്ടിൻ്റെ മുറ്റത്തും ചെടി ഉണ്ടാകുന്ന മെയിനായിട്ട് നോക്കല്. എൻ്റെ ഒരു ഫേവറേറ്റാണ് കേട്ടോ അത്. ഇത് നമ്മൾ നാടൻ വെറൈറ്റിയാണ്, പക്ഷേ എങ്കിലും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണിത്. കാരണം നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഫ്ലവറിങ് ആയിട്ട് വരുന്നത്. നമ്മളെ കയ്യിൽ അഗ്ലോണിമകളൊക്കെ പല ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ അത് നമ്മളിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വെയിലിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ അടുത്തൊരു 10-22 വെറൈറ്റി ഉണ്ടായിന്. ഇപ്പോൾ ഏകദേശം 10-12 വെറൈറ്റികളൊക്കെ ഉള്ളൂ. പിന്നെ നല്ല വെറൈറ്റി റെഡ് കളറൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിന് കൊടുത്തിട്ടാണ്. കാരണം അവരും ഇതിൻ്റെ കളക്ഷൻ ഉണ്ട്. കാരണം പോകുമ്പോൾ അത്രയും കളർ നല്ല വെറൈറ്റിയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സങ്കടമൊക്കെയാണ്. നമ്മൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതിന്, പക്ഷേ അതൊക്കെ പാളിപ്പോയതാണ്. അതാണ് ചില ഗ്രാഫ്റ്റ് ചെയ്യാത്തപ്പോൾ മാത്രം ഫ്ലവർ ഉള്ളൂ. മറ്റേത് നമ്മൾ കട്ട് ചെയ്തതുകൊണ്ടാണ് ഫ്ലവർ വിരിയാത്തത്. നമ്മൾ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഗ്രാഫ്റ്റിംഗ് വിജയിച്ചു പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ അതിൻ്റെ ഫുള്ള് കാണിച്ചില്ല എന്നുള്ളത് അതാണ്. ആ കവറിട്ട് മുടി ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. വിജയിക്കില്ല എന്നൊന്നുമില്ല, എങ്കിലും ചെയ്ത് നോക്കുക. പണികളൊന്നും ഇല്ലല്ലോ, അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണതാണ് ഓരോന്നായിട്ട് ഇങ്ങനെ. ഇതൊന്നും നമുക്ക് പിന്നെ അതിൻ്റെയൊക്കെ ഓരോരോ വെറൈറ്റികളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു 3-4 നമ്മൾ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. നല്ല ഫ്ലവറിങ് കണ്ടപ്പോൾ അങ്ങനെ ഇതൊരു വെറൈറ്റി. ഇതൊക്കെ നമ്മൾ മുറ്റത്താണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല അതിനിട്ടാ. എല്ലാത്തിനും അങ്ങനെ പരിചരണങ്ങളൊന്നും കൊടുക്കലുമില്ല. ചിലതിനൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടാ. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടി. ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. നാടനും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളെ ഒരു വെറൈറ്റിയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതും വെയിലായതുകൊണ്ട് ചെറിയൊരു വെരിഗേഷനൊക്കെ കയറി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വലിയ ഐഡിയകളൊന്നുമില്ല. എങ്കിലും ഇതിൻ്റെ കട്ടിങ്സ് നമ്മളൊരു ഗ്രാഫ്റ്റിങ് വാങ്ങിയില്ലേ, മുമ്പ് ഒരു വീഡിയോ ചെയ്തില്ലേ, അതിൽ 5 കട്ടിങ് ഒന്ന് ഒടിഞ്ഞു പോയില്ലേ, അതും വിജയിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി എന്താവുമെന്നറിയില്ല, ഫ്ലവർ വരുമ്പോഴാണ് ഏതൊക്കെയെന്നൊക്കെ അറിയിക്കൽ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഈ ഇത് നമ്മൾ കട്ട് ചെയ്ത് നമ്മളൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളപ്പിക്കാൻ വെച്ചതാണ്. വേരുപിടിപ്പിക്കാനും മുളപ്പിക്കാനൊന്നല്ല, വേരുപിടിപ്പിക്കാൻ. കാരണം നമ്മളോട് മുമ്പ് ഒരാൾ ചോദിച്ചിന്, അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ച് എന്നുള്ളൂ. വിത്ത് പാകിയാലും മഴ പെയ്യുമ്പോൾ നല്ലവണ്ണം വരും കേട്ടോ. കാരണം ഇതൊരു ഭംഗിയാണത് ഫുള്ളായിട്ട് വരുമ്പോൾ. ഇതിലും ഗ്രാഫ്റ്റ് ചെയ്തതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് പരിപാടി ഈ വെറൈറ്റികളൊക്കെ വാങ്ങണതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കലാണ് മെയിൻ പരിപാടി. കാരണം അതൊരു ഭംഗിയാണല്ലോ. ഇപ്പോൾ ബൊഗൈൻവില്ലേൻ്റെ സീസൺ ആകുമ്പോൾ ഏത് വണ്ടി കൂടി പോകുമ്പോഴും നമ്മൾ നോക്കണ മെയിൻ സാധനം ബൊഗൈൻവില്ലാണ്. അങ്ങനെ എല്ലാ പൂക്കളെയും ഫുള്ള് കാണിച്ചില്ലെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചിച്ച് അങ്ങനെ വെറുതെ ഒരു രസം ഇരുന്നപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ നല്ല വിരിഞ്ഞിരുന്നപ്പോൾ കാണിച്ചു തന്നാണ്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത്